ജമ്മു കാശ്മീരിൽ നിന്നാണ്. ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. 24 മണ്ഡലങ്ങൾ ആണ് ഇന്ന് വിധി എഴുതുന്നത്. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കശ്മീർ ജനത എങ്ങനെ വോട്ട് രേഖപ്പെടുത്തും എന്നത് നിർണായകമാണ്. വോട്ടെടുപ്പിൽ പങ്കാളികളായി ജനാധിപത്യ ഉത്സവം ശക്തിപ്പെടുത്തണം എന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് രാഷ്ട്രീയമായി കൂടി ഏറെ നിർണായകമാകുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. അതുകൊണ്ട് തന്നെയാണ് എത്രത്തോളം ആളുകൾ വോട്ട് ചെയ്യും എന്നത് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. सबसे पहले मैं अभी जा रहा हूँ, दौड़ रहा हूँ वहाँ पोलिंग स्टेशन पर, ताकि मैं अपने वोट का इस्तेमाल कर सकूँ. और यही अपील है फर्स्ट मेरी तरफ से वोटर्स से, जहाँ भी आज वोट डाले जा रहे हैं फर्स्ट फेज़ में, कि निकल आए, वोट अपना इस्तेमाल कर लें, वोट डालें. ये एक अपॉर्चुनिटी है हमारे लिए, पूरे आवाम के लिए, और इसका भरपूर इस्तेमाल किया जाना चाहिए. और दूसरी गुजारिश मेरी यही है कि अमन व अमान कायम रखना बहुत ज़रूरी है. രാഗേഷാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നത്. രാഗേഷ്, പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷമുള്ള ജനാധിപത്യ പ്രക്രിയ എന്നതാണ് പ്രധാനപ്പെട്ടത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഈ പ്രദേശത്ത് നിന്നൊക്കെ ഉണ്ടാകുന്ന വോട്ടിംഗ് ശതമാനത്തിൽ വർധനവ് രേഖപ്പെടുത്തിയിരുന്നു. ജനാധിപത്യം പുലരട്ടെ എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. ആ നിലയിലുള്ള ഒരു വോട്ടെടുപ്പ് തന്നെ ഇപ്പോൾ നടക്കുന്നുവെന്ന് വിലയിരുത്താൻ സാധിക്കുമോ? അഭിലാഷ്, വോട്ടെടുപ്പ് ആരംഭിച്ചിപ്പോൾ 2 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. 7 മണിക്ക് വോട്ടെടുപ്പ് ആരംഭിച്ചിപ്പോൾ 9 മണി. രാവിലെ വരുന്ന ദൃശ്യങ്ങൾ അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് തെക്കൻ കശ്മീരിലെ കശ്മീർ മേഖലയിൽ, തെക്കൻ കശ്മീരിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. പുൽവാമ അടക്കമുള്ള മേഖലകളിലെ ബൂത്തുകളിൽ വലിയ നീണ്ട നിര ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാം. ഒപ്പം ജമ്മു മേഖലയിലേക്ക് വരികയാണെങ്കിൽ ദോഡ മേഖലയിലെ ബൂത്തുകളിലൊക്കെ തന്നെ സമാനമായ രീതിയിൽ വലിയ തിരക്ക് രാവിലെ തന്നെ വോട്ടർമാരുടെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മികച്ചൊരു പോളിംഗിലേക്ക് ഒരുപക്ഷെ ഇന്നത്തെ ആദ്യഘട്ട വോട്ടെടുപ്പ് പോയേക്കാം. ഏതായാലും 24 മണ്ഡലങ്ങൾ വിധി എഴുതുന്നു. 90 മണ്ഡലങ്ങളാണ് ജമ്മു കശ്മീരിലുള്ളത്. അതിൽ ആദ്യഘട്ടത്തിൽ 24 മണ്ഡലങ്ങൾ വിധി എഴുതുന്നു. 4 ജില്ലകളിലായി 16 മണ്ഡലങ്ങൾ കശ്മീർ മേഖലയിൽ നിന്നും, ജമ്മുവിലെ 3 ജില്ലകളിലായി 8 മണ്ഡലങ്ങളും ഏതായാലും ഇന്ന് വോട്ടെടുപ്പ് നടക്കുകയാണ്. കശ്മീർ മേഖലയിലേക്ക് പോവുകയാണെങ്കിൽ കശ്മീർ മേഖലയിൽ വോട്ടെടുപ്പ് നടക്കുന്ന അനന്ത്നാഗ്, പുൽവാമ, ഒപ്പം തന്നെ കുൽഗാം, ഷോപ്പിയാൻ, ഇങ്ങനെ 4 ജില്ലകളിൽ നിന്നുള്ള 16 മണ്ഡലങ്ങൾ. ജമ്മുവിലേക്ക് വരുമ്പോൾ റംബാൻ, ഒപ്പം തന്നെ കിഷ്ത്വാർ, ദോഡ എന്നിങ്ങനെ 8 മണ്ഡലങ്ങൾ 3 ജില്ലകളിൽ നിന്നായി. അങ്ങനെ ജനവിധി ഏതായാലും എഴുതുകയാണ്. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, 10 വർഷത്തിന് ശേഷം ജമ്മു കശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നെന്ന പ്രത്യേകതയുണ്ട്. ഈ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ആ വിഷയങ്ങളൊക്കെ തന്നെ പ്രചാരണത്തിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അപ്പോൾ എങ്ങനെ പ്രതികരിക്കും വോട്ടർമാർ എന്നുള്ളത് നിർണായകമായ കാര്യമാണ്. ഇതിനു മുൻപ് വോട്ടെടുപ്പ് നടന്ന 2014 കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ആർക്കും ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. അന്ന് PDP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. അവിടെ PDPയും BJPയും ചേർന്ന് പിന്നീട് സർക്കാർ ഉണ്ടാക്കുന്നതാണ് കണ്ടത്. ഏതായാലും കശ്മീരിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഇത്തവണയും പതിവ് പോലെ തന്നെ നാഷണൽ കോൺഫറൻസ് നേതൃത്വം നൽകുന്ന സഖ്യവും PDPയും തമ്മിൽ തന്നെയാണ് പ്രധാനപ്പെട്ട മത്സരം നൽകുന്നത്. നാഷണൽ കോൺഫറൻസ് സഖ്യത്തിൽ കോൺഗ്രസ് ഉണ്ട്, ഒപ്പം തന്നെ CPM ഒരു സീറ്റിൽ മത്സരിക്കുകയും ചെയ്യുന്നുണ്ട്. ജമ്മു മേഖലയിലേക്ക് വരുമ്പോൾ അവിടെ വോട്ടെടുപ്പ് അല്ലെങ്കിൽ പോരാട്ടം പ്രധാനമായും BJPയും കോൺഗ്രസും തമ്മിലാണ്. അതാണ് ഏതായാലും ജമ്മു കശ്മീരിലെ രാഷ്ട്രീയ സാഹചര്യം. പ്രധാനപ്പെട്ട പല നേതാക്കളും ഈ ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രത്യേകതയുണ്ട്. നമ്മൾ നേരത്തെ പ്രതികരണം കണ്ടതുപോലെ CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ യൂസഫ് തരിഗാമി, അദ്ദേഹം കുൽഗാം മണ്ഡലത്തിൽ നിന്ന് വീണ്ടും ജനവിധി തേടുകയാണ്. 4 തവണ തുടർച്ചയായി അദ്ദേഹം ജയിച്ച മണ്ഡലമാണ് കുൽഗാം. പ്രത്യേകിച്ച് ഈ പ്രത്യേക അധികാരം എടുത്ത് കളഞ്ഞതിന് ശേഷം അദ്ദേഹം ഏറെ നാൾ വീട്ടുതടങ്കലിലായിരുന്നു. ഇപ്പോൾ അന്തരിച്ച CPM ജനറൽ സെക്രട്ടറി സീറാം യെച്ചൂരിയാണ് ആദ്യം ജമ്മു കശ്മീരിൽ സന്ദർശിക്കുകയും അദ്ദേഹത്തുമായി കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ തന്നെ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കൂടിക്കാഴ്ച നടത്തുകയൊക്കെ ചെയ്യുകയും ചെയ്തത്. ഒപ്പം തന്നെ PDP നേതാവും മുൻ മുഖ്യമന്ത്രിയായ മെഹബൂബ് മുഫ്തിയുടെ മകൾ ഇൽത്തിജ മുഫ്തി രാഷ്ട്രീയ പ്രവേശം കൂടിയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്. അവർ ജനവിധി തേടുന്നു എന്ന പ്രത്യേകത കൂടി ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഉണ്ട്. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ പല പ്രധാനപ്പെട്ട നേതാക്കളും ഒന്നാം ഘട്ടത്തിൽ മത്സരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ദേശീയ AICC ജനറൽ സെക്രട്ടറിയായ ഗുലാം അഹമ്മദ് മിർ, അദ്ദേഹം ദൂരു മണ്ഡലത്തിൽ നിന്ന് 3ാം തവണയും ജനവിധി തേടുകയാണ്. ഏതായാലും ആദ്യ 2 മണിക്കൂർ പിന്നിടുമ്പോൾ കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇൽത്തിജ മുഫ്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചിട്ടുള്ളത് വോട്ടർമാർക്ക് പണം നൽകി സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ
നാഷണൽ കോൺഫറൻസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന ആരോപണം അവർ ദൃശ്യങ്ങൾ സഹിതം ഇപ്പോൾ ട്വിറ്ററിൽ കുറിക്കുകയും ചെയ്തു. ശരി, തീർച്ചയായും രാകേഷ് സൂചിപ്പിച്ചതുപോലെ ഈ 2 മണിക്കൂറുകൾ സമാധാനപരമായി വോട്ടെടുപ്പ് നടക്കുന്നു എന്നതും ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. ഒപ്പം ചില മേഖലകളിൽ നിന്നെങ്കിലും വാർത്തകളും ദൃശ്യങ്ങളും ഒക്കെ പുറത്തേക്ക് വരുന്നതിന് സമയവും എടുത്തേക്കാം, ജമ്മു കാശ്മീരിൻ്റെ ഭൂമിശാസ്ത്രപരമായ ഒരു പ്രത്യേകത വിലയിരുത്തുമ്പോൾ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം നടക്കുമ്പോൾ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ മേഖലകളിലൊക്കെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു, സൈനികരും തീവ്രവാദികളും തമ്മിൽ ഏറ്റുമുട്ടുന്ന പശ്ചാത്തലമുണ്ടാകുന്നു, പല മേഖലകളിലും ഭീകരർ ഒളിച്ചിരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മോദി ആവർത്തിച്ചത് ഇത്തരം ഭീകരപ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാൻ സാധിച്ചു, അങ്ങനെ ജനാധിപത്യം പുലരുന്നു കശ്മീരിൽ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം കനത്ത സുരക്ഷയിൽ ആണ് ഇപ്പോൾ ഈ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്? അഭിലാഷ്, കനത്ത സുരക്ഷയിൽ തന്നെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, കശ്മീർ മേഖലയാണ് എല്ലാ കാലത്തും ഇത്തരത്തിൽ അക്രമ സംഭവങ്ങൾ അല്ലെങ്കിൽ ഭീകരവാദ സംഭവങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. അതായത് തെക്കൻ കശ്മീരിൽ തന്നെയാണ് കൂടുതലായ സംഭവങ്ങൾ. പ്രത്യേകിച്ച് പുൽവാമ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് പുൽവാമയിൽ സൈനിക വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണം നടക്കുന്നത്, ആക്രമണം ഉണ്ടാകുന്നത്. അതിനുശേഷം സമാനമായി ഈ ജില്ലകളിലൊക്കെ തന്നെ കുൽഗാം ആകട്ടെ, ഷോപ്പിയാൻ ആകട്ടെ പലപ്പോഴും ഇത്തരത്തിൽ ഭീകരാക്രമണങ്ങൾ അല്ലെങ്കിൽ സൈനികരുമായുള്ള ഏറ്റുമുട്ടലൊക്കെ തന്നെ നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ഥലങ്ങളാണ്. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ കണക്കുകൾ നോക്കുകയാണെങ്കിൽ കശ്മീരിൽ നിന്ന് മാറി ജമ്മുവിലേക്ക് ഭീകരർ കേന്ദ്രീകരിക്കുന്നതായി കണ്ടു. പ്രത്യേകിച്ച് ഈ ജൂൺ മാസത്തിന് ശേഷം 2024 ജൂൺ മാസത്തിന് ശേഷം കശ്മീരിലാണ് കൂടുതൽ അക്രമ സംഭവങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ സംഭവങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. അപ്പോൾ കശ്മീർ വിട്ട് ജമ്മു മേഖലകളിലേക്ക് കൂടി ഭീകരർ താവളമാക്കുന്നു എന്ന സവിശേഷ സാഹചര്യം കൂടി ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചുണ്ട്. ഏതായാലും BJP ഇത്തവണയും പ്രചാരണ യോഗങ്ങളിൽ ആവർത്തിച്ചത് ഭീകരരിൽ നിന്ന് മുക്തമാക്കും അല്ലെങ്കിൽ ഇത്തരത്തിൽ ആക്രമണങ്ങളിൽ നിന്ന് ജമ്മു കാശ്മീരിനെ മുക്തമാക്കുമെന്നൊരു പ്രതികരണം അല്ലെങ്കിൽ അത് തന്നെയായിരുന്നു BJPയുടെ പ്രധാനപ്പെട്ട ക്യാമ്പയിൻ. ഏതായാലും ഇത്തരം ജമ്മു കാശ്മീർ ആയതുകൊണ്ട് തന്നെ അധിക സേനയടക്കം തന്നെ വിന്യസിച്ചുകൊണ്ടാണ് ഇത്തവണ വോട്ടെടുപ്പ് നടക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജമ്മു കാശ്മീരിൻ്റെ ചരിത്രത്തിലെ അല്ലെങ്കിൽ കഴിഞ്ഞ 30 വർഷത്തെ 3 പതിറ്റാണ്ടിനിടയിലെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. 58% പോളിംഗ് അത് രേഖപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ തന്നെ വലിയ പ്രതീക്ഷ അതിൽ നൽകിയിരുന്നു. അതായത് വലിയ രീതിയിൽ ജനാധിപത്യത്തിൻ്റെ ഭാഗമാകുന്നു കശ്മീരി ജനത എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം വിശേഷിപ്പിക്കുകയും ചെയ്തത്. അപ്പോൾ ഏതായാലും ഇന്ന് ഇപ്പോൾ വോട്ടിംഗ് ആരംഭിക്കുമ്പോൾ ആദ്യ 2 മണിക്കൂർ പിന്നിടുമ്പോൾ പലയിടത്തും വലിയ തിരക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും അതിന് സമാനമായ രീതിയിൽ ഒരു പോളിംഗ് പേഴ്സൻറ്റേജ് ഉണ്ടാകുമോ എന്ന് തന്നെയാണ് ജമ്മു കാശ്മീരിൽ നിന്ന് ഏതായാലും ഉറ്റുനോക്കപ്പെടുന്നത്. അതാണ് ജമ്മു കാശ്മീർ ജനത വിധി എഴുതുമ്പോൾ പ്രതീക്ഷകൾക്കപ്പുറത്തേക്ക് വോട്ടർമാരുടെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ടതായി മാറും. ഏത് മുന്നണി അധികാരത്തിൽ വരുന്നു എന്നതിനപ്പുറം ജമ്മു കാശ്മീരിലെ ജനത ഈ ജനാധിപത്യ സ്വഭാവത്തോടെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് സുരക്ഷിതമായി ജമ്മു കാശ്മീരിൽ വോട്ടെടുപ്പ് നടക്കുക എന്നത്. രാകേഷ് സൂചിപ്പിച്ചതുപോലെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് രാജ്യം തന്നെ നടുങ്ങിയ ഭീകര ആക്രമണം ഉണ്ടായതും നമുക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ജമ്മു കാശ്മീർ ശാന്തമാകുന്നു, ഒപ്പം ജനാധിപത്യം അവിടെ പുലരുകയും ചെയ്യുന്നു.